തീരുവ ചുമത്തി ഇന്ത്യയെ പ്രഹരിക്കുകയും പാകിസ്ഥാനെ തീരുവ ഇളവ് നൽകുകയും ചെയ്ത US നടപടിയുടെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തെ വിമർശിച്ച് റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ പാകിസ്ഥാനുമായുള്ള ഇറക്കുമതി തീരുവ 19% കുറയ്ക്കുകയും ഇന്ത്യക്ക് 50% തീരുവ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഏറെ വാഴ്ത്തപ്പെട്ട മോദി ട്രംപ് സുഹൃത്ത് ബന്ധം എവിടെയായിരുന്നെന്ന് അദ്ദേഹം ചോദിച്ചു. US തീരുവയിലെ വ്യത്യാസത്തിൽ മോദി ട്രംപ് ബന്ധത്തെ വിമർശിച്ച് രഘുറാം രാജൻ. ആഗോള വിഷയങ്ങൾ സംബന്ധിച്ച് ഷിക്കാഗോ കൗൺസിൽ നടത്തിയ സംവാദത്തിനിടയിലാണ് പരാമർശം. കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യ US-മായി അടുത്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കെ പുതിയ നീക്കം അപ്രതീക്ഷിതമാണ്. ഇത് മോദിയുടെ മുഖത്തേറ്റ അടിയാണ്. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എവിടെ പോയി നിങ്ങളുടെ സൗഹൃദമെന്ന് രഘുറാം പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തപ്പെടുന്ന രാജ്യം ഇന്ത്യയാകുന്നത് നീതീകരിക്കാനാകില്ലെന്നും പറഞ്ഞു. US-നെ വിശ്വസിക്കാനാകില്ല. 1971 ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ പ്രസിഡന്റ് നിക്സണും അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ഹെൻറി കിസ്സിംജറും പാകിസ്ഥാനോട് അനുഭാവം കാണിച്ചു. യുദ്ധം തീർത്ത് പാകിസ്ഥാനെ സംരക്ഷിക്കുന്നതിനായി അവർ നാവികസേനയെ അയച്ചു. അന്ന് സോവിയറ്റ് യൂണിയനാണ് ഇന്ത്യയെ സഹായിച്ചത്. അതാണ് ഇന്ത്യ 25 വർഷത്തോളം സോവിയറ്റ് ക്യാമ്പിൽ തളച്ചത്. അതിൽ നിന്ന് പുറത്തുവരുവാൻ ഇന്ത്യ ഒരുപാട് സമയമെടുത്തെന്നും രഘുറാം പറഞ്ഞു. ഇന്ത്യക്ക് ആശ്രയിക്കുവാൻ ഒരുപാട് രാജ്യങ്ങളില്ലെന്നും മുൻപുണ്ടായ യുദ്ധവും അതിർത്തി തർക്കങ്ങളും കണക്കിലെടുക്കുമ്പോൾ ചൈനയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.